നമസ്കാരം. വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. പറവണ്ണ GMVP സ്കൂളിൽ നടന്ന വെട്ടം പഞ്ചായത്ത് കായികമേള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിയാസ് ബാബു മുഖ്യാതിഥിയായി. പറവണ്ണ GMVP സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. ആര്യാടൻ മുഹമ്മദ് കോൺഫറൻസ് ഹാൾ നാടിന് സമർപ്പിച്ചു. നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. തിരൂർ നഗരസഭാ അധ്യക്ഷ AP നസീമ അധ്യക്ഷത വഹിച്ചു. കുറ്റിപ്പുറത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി. തിങ്കളാഴ്ച രാവിലെ നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തവനൂർ സ്വദേശി വിവേക് എന്ന 22-കാരനെ ഞായറാഴ്ച ഉച്ചയോടെയാണ് കാണാതായത്. ആലത്തിയൂർ ഇമ്പിച്ചുവാവ സഹകരണ ആശുപത്രിയിൽ ന്യൂറോളജി ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ വിനോദ് തമ്പി നാരായണൻ്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. തിരൂർ പോലീസ് സ്റ്റേഷനിൽ 35 വർഷമായി പാർട്ട് ടൈം സ്വീപ്പറായി സേവനം അനുഷ്ഠിക്കുന്ന മാളുകുട്ടി എന്ന മാളു ചേച്ചിയുടെ ജന്മദിനം ആഘോഷമാക്കി തിരൂർ പോലീസ്. സ്റ്റേഷൻ SHO മുഹമ്മദ് റഫീഖ് കേക്ക് മുറിച്ച് ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ജനകീയ കൂട്ടായ്മയിൽ താനാളൂർ 6-ാം വാർഡിൽ ചുങ്കം കോട്ടുവാലപ്പീടിക റോഡ് ചുങ്കം മുതൽ മുജാഹിദ് പള്ളി വരെ നിർമ്മിക്കുന്ന റോഡിൻ്റെ 2ാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക ടീച്ചർ നിർവഹിച്ചു. തിരൂർ പൊറൂരിലെ ജീവകാരുണ്യ സംഘടനയായ നന്മ സൗഹൃദ കൂട്ടായ്മയ്ക്ക് സുമനസുകൾ നൽകിയ മെഡിക്കൽ ഉപകരണങ്ങൾ ഭാരവാഹികൾ ഏറ്റുവാങ്ങി. ഒട്ടേറെ വികസന വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്ന തിരൂരിലെ UDFൻ്റെ മുനിസിപ്പൽ ഭരണസമിതിക്ക് കഴിഞ്ഞ 5 വർഷം തികയുമ്പോൾ വാഗ്ദാനങ്ങൾ പോയിട്ട് സാധാരണ കാര്യങ്ങൾ പോലും നിർവഹിക്കാനായിട്ടില്ലെന്ന് പ്രതിപക്ഷം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. KNM മർക്കസുദവ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രവർത്തക സംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AK അബ്ദുൽ ഹമീദ് മദനി ഉദ്ഘാടനം ചെയ്തു. താനൂർ നടക്കാവിൽ കൊല്ലടത്തിൽ മുസ്തഫയുടെ വീട്ടിൽ നിന്ന് പെരുമ്പാമ്പിനെയും ഓട്ടോ ഡ്രൈവർ ഉണ്ണിയുടെ വീട്ടിൽ നിന്ന് മൂർഖം പാമ്പിനെയും പിടികൂടി. പാമ്പിനെ RRTക്ക് കൈമാറി. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് തിരൂർ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കണ്ടിയൂർ വാവുത്സവത്തിന് കലവറ നിറയ്ക്കൽ ചടങ്ങോടെ തുടക്കം. വൈകിട്ടോടെ അമ്പലക്കുളക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വാദ്യഘോഷങ്ങളോടെയാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെട്ടത്. ഇതോടെ ഈ വാർത്ത പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.